കോട്ടയത്തേക്ക് പോകാം. കോട്ടയത്ത് നഗരസഭയിലെ സ്ഥിതി എന്താണ് എന്ന് നമുക്ക് വളരെ വേഗത്തിൽ നോക്കാം. യെസ്, കോട്ടയത്ത് ജില്ലാ പഞ്ചായത്ത് ഇത്തവണ LDF-നൊപ്പം നിന്നത് 7 വാർഡാണ്. UDF-നൊപ്പം 16 അത് നമുക്ക് 2020 കണക്ക് നോക്കുമ്പോൾ വലിയ വ്യത്യാസം തന്നെ, നമുക്ക് വലിയ തിരിച്ചടി തന്നെ LDF നേരിട്ടിട്ടുണ്ട് എന്ന് പറയാൻ കഴിയും. നമുക്കിനി ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ് നഗരസഭയിലേക്ക് പരിശോധിച്ച് കഴിയുമ്പോൾ നഗരസഭ 6 നഗരസഭയാണ്. 2 2020 LDF-നെ തുണച്ചിരുന്നുള്ളൂ. അത് ഇത്തവണ 1 കുറഞ്ഞിരിക്കുന്നു. ഒരേ ഒരു നഗരസഭയിൽ മാത്രം LDF-ന് ഭരണം. ഇനി UDF-ന് വലിയ മാറ്റം, വലിയ തിരിച്ചടി ഉണ്ടായിട്ടില്ല, വലിയ മേൽക്കൈ ഉണ്ടായിട്ടില്ല. 4 നഗരസഭ UDF-നൊപ്പം 2020 ഉണ്ടായിരുന്നു. ഇത്തവണ സമാനമാണ് സ്ഥിതി. ഇനി ബ്ലോക്ക് തലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ബ്ലോക്ക് തലത്തിലെ അവസ്ഥ പരിശോധിക്കുമ്പോൾ കോട്ടയത്ത് 11 ബ്ലോക്ക് പഞ്ചായത്തുണ്ട്. 2020 10 ബ്ലോക്ക് പഞ്ചായത്തിൽ ഭരണം LDF-നായിരുന്നു. അത് ഇത്തവണ വെറും 2 മാത്രമേ ഭരണം നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ. പകരം UDF 9 ഭരണം നേടിയിരിക്കുന്നു എന്നതാണ് NDAക്ക് ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി ഈ ഗ്രാമപഞ്ചായത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 71 ഗ്രാമപഞ്ചായത്തിൽ 2020 50 ഗ്രാമപഞ്ചായത്തിലും LDF-നായിരുന്നു ഭരണം. പക്ഷേ ഇത്തവണ 19 മാത്രമേ LDF ഭരണത്തിലുള്ളൂ. പകരം UDF 44 ഗ്രാമപഞ്ചായത്തിൽ ഭരണം പിടിച്ചിരിക്കുന്നു എന്നതാണ്. ശരി, നമുക്ക് ഇനി കോട്ടയത്തെ വിശദമായി തന്നെ സ്ഥിതി മഹേഷ് പുലൂർ പറയും. ദിവ്യ, കോട്ടയത്ത് നമ്മൾ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ കണക്കാണ് കേട്ടോ പരിശോധിക്കുന്നത്. ആ കണക്കൊന്ന് കാണേണ്ടത് തന്നെയാണ്. കാരണം UDF-നെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നൽകുന്ന ഒരു കണക്കാണ്. കാരണം നോക്കൂ, ഈരാറ്റുപേട്ട UDF, ഏറ്റുമാനൂർ UDF, കടുത്തുരുത്തി UDF, കാഞ്ഞിരപ്പള്ളി UDF, ലാലം UDF, മടപ്പള്ളി UDF, പള്ളം UDF, പാമ്പാടി UDF, ഉഴവൂർ UDF, വൈക്കം വാഴൂരും മാത്രമാണ് LDF-ന് ബ്ലോക്ക് പഞ്ചായത്തുകളുടെ കാര്യത്തിൽ അവിടെ വരുന്നത്. പഞ്ചായത്തുകളുടെ കണക്കിലും അവിടെ LDF-ന് വലിയ തിരിച്ചടി ഉണ്ടായതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അവിടെ കേരള കോൺഗ്രസ് എം LDF-ലേക്ക് പോയതിന് ശേഷം ഏതെങ്കിലും തരത്തിൽ അത് ഗ്രാമീണ മേഖലകളിൽ അവിടെ UDF-ന് പ്രയാസമുണ്ടാക്കുമെന്നുള്ളൊരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. ആശങ്കക്ക് വകയില്ല എന്ന് UDF-നോട് തന്നെ കോട്ടയം ജില്ല പറയുകയാണ്. മാത്രമല്ല പലയിടത്തും, പാലയൊഴിച്ച് പലയിടത്തും അവിടെ കേരള കോൺഗ്രസ് എമ്മിന് കാലിടറി വീഴുന്നത് നമ്മൾ കാണുകയാണ്. അപ്പോൾ കോട്ടയത്ത് കോൺഗ്രസിന്റെ UDF-ന്റെ ഒരു തിരിച്ചു വരവ് ഈ കാണുന്ന വളരെ കൃത്യമായി ആ കളറുകൾ നമുക്ക് കാണാം. ഈ ഗ്രീൻ കളറിൽ കാണുന്നതെല്ലാം അവിടെ UDF നേടിയ പഞ്ചായത്താണ്. ഇടയ്ക്കിടയ്ക്ക് മാത്രമാണ് LDF ഉള്ളത്. ഒരിടത്ത് 1-2 ഇടത്ത് മാത്രം NDAയും നമ്മൾ അവിടെ കാണുന്നുണ്ട്. വലിയൊരു തിരിച്ചു വരവ് കോട്ടയത്ത് UDF നടത്തുകയാണ് ദിവ്യ. ശരി, അപ്പോൾ എന്തായാലും UDF വിട്ടതിൽ കേരള കോൺഗ്രസ് ഒരു പുനർവിചിന്തനം നടത്തുമോ എന്ന് തന്നെയാണ് ചോദ്യം.